ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ക്യാരറ്റ് സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു കണ്ടോ കേട് വരാറുണ്ട് അല്ലേ. പെട്ടെന്ന് ക്യാരറ്റ് കേടാവും, പ്രത്യേകിച്ചും ഈ മഴക്കാലത്തൊക്കെ. ക്യാരറ്റ് നമ്മൾ കവറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പോലും നമുക്കിതാ പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ക്യാരറ്റ് ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, നമ്മുടെ വലിയ ഉള്ളി സവാള, അതെ, ഈ വലിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊലി ഉണ്ടാകും. ഇത് സാധാരണ നിങ്ങൾ ഒഴിവാക്കുകയാണല്ലോ പതിവ്. ഇനി നിങ്ങളിത് ഒഴിവാക്കേണ്ട കേട്ടോ. ഈ തൊലി നമുക്കിതാ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ജസ്റ്റ് ഒന്ന് വിതറിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വിതറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായി ക്യാരറ്റിൽ ഒരല്പം നനവുണ്ടെങ്കിൽ നന്നായി തുടച്ചിട്ട് വേണം വെക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നനവുള്ള ക്യാരറ്റ് പെട്ടെന്ന് നമുക്ക് ചീഞ്ഞു തുടങ്ങും. അപ്പം ഇതുപോലെ ഉള്ളിത്തൊലിയുടെ മുകളിലായിട്ട് ഇതുപോലെ നന്നായി ക്യാരറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ചീഞ്ഞ ക്യാരറ്റ് വെച്ചിട്ട് പിന്നെ കാര്യമില്ല കേട്ടോ. ചീഞ്ഞ ക്യാരറ്റ് എടുത്ത് മാറ്റാം. ചെയ്യാത്ത ക്യാരറ്റ് നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ അടച്ചു മൂടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ക്യാരറ്റ് ചെയ്യാതെയും കേടുവരാതെയും ഇരിക്കും കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് പറയുന്നത്, നമ്മുടെ മൈദപ്പൊടിയൊക്കെ ഇതുപോലെ ടിന്നിലൊക്കെ നമ്മൾ ധാരാളം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, എടുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തരം കറുപ്പ് ചെള്ള് വരാറുണ്ട് അല്ലേ, ഒരു തരം പ്രാണി പോലുള്ളത് സംഭവം വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഇതൊന്നുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ്, നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിടുക. അത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഒരു അര സ്പൂണോ ഒരു 1/4 സ്പൂൺ എടുക്കാം നമുക്ക് കേട്ടോ. അധികം ഉപ്പ് വേണ്ട, ഒരു 1/4 സ്പൂണോളം ഉപ്പ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വിചാരിക്കും, നമ്മൾ ഈ മൈദപ്പൊടി കൊണ്ട് എന്തായാലും കൂടുതലും മധുരമുള്ളതും എരിവുള്ളതും പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായും നമുക്ക് അതിൽ ഉപ്പിടണം എന്ന് നിർബന്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉപ്പ് അതിൽ ഇട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളും വരില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരല്പം ഉപ്പ് ഇതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചെള്ളിൻ്റെ ഈ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് മൈദപ്പൊടിയാണ്. അതുപോലെ അരിപ്പൊടിയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അരിപ്പൊടി നമ്മൾ ഇതുപോലെ ടിൻ ഐറ്റംസ് ഒക്കെ ആയി സൂക്ഷിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എടുക്കാതൊക്കെ പ്രത്യേകിച്ച് ഒരു 2-3 ആഴ്ചയൊക്കെ വെക്കുന്ന സമയത്ത് ഇതിലും നമുക്ക് നല്ല രീതിയിൽ പ്രാണികളും ചെള്ളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ദിവസേന എടുക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എടുക്കാതൊക്കെ സൂക്ഷിക്കുന്നവർക്കായിരിക്കും ഇതുപോലെ അരിപ്പൊടി ആവട്ടെ, മൈദപ്പൊടി ആവട്ടെ, ഇനി ഗോതമ്പിൻ്റെ പൊടിയാവട്ടെ, ഏത് പൊടിയായാലും ഇതുപോലെ ഒരു ചെള്ളിൻ്റെ പ്രശ്നം വരാം. അപ്പോൾ അതൊന്ന് ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.